ആദ്യ ഭാഗത്ത് പ്രിയപ്പെട്ട ശ്രീ അനിൽബോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. 5 കൊല്ലം ഇദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, അവിടെ ഒരുപാട് പണിയെടുക്കാറുന്നല്ലേ. ഇപ്പൊ അതൊന്ന് പറഞ്ഞിട്ട് കെ സി വേണുഗോപാൽ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന അത് അതിനുശേഷം അങ്ങോട്ട് വരാം. അതിനുശേഷം വരാം. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, 5 കൊല്ലം പണിയെടുത്തപ്പോ അദ്ദേഹം എന്താ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി അല്ലേ, ആ പേരിനേക്കാണ് നന്നായി ചേരുന്ന പേര് BJP സംഘടനാ സെക്രട്ടറി എന്ന് പേരിടുന്നതായിരിക്കും അദ്ദേഹം നല്ലത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് പോയത് 12 മുഖ്യമന്ത്രിമാർ. 5 കൊല്ലം ഡൽഹിയിൽ പോയി പണിയെടുത്തപ്പോൾ കോൺഗ്രസ് വിട്ട് അങ്ങോട്ട് പോയത് 12 മുഖ്യമന്ത്രിമാർ, 122 MPമാർ, 80 MLAമാർ, 112 മുൻ MLAമാർ. ഇത്രയും പേര് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് BJPക്ക് സംഭാവന ചെയ്ത ഒരു അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ആലപ്പുഴയിൽ നിന്ന് പോയി അവിടെ പോയി ചെയ്ത ജോലി എത്ര അധ്വാനം ആലോചിച്ച് നോക്ക്. ഇവർക്ക് സന്തോഷമാണ്. കാര്യം അവരുടെ ഒരു സംഘടനാ സെക്രട്ടറി ചെയ്യുന്ന പണിയേക്കാൾ കൂടുതൽ പണി ഇദ്ദേഹം കോൺഗ്രസിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളം ചിന്തിക്കുന്നത്, കോൺഗ്രസ് ആയി ജയിക്കുന്നവൻ നാളെ കോൺഗ്രസ് ആയി തുടരുമോ ഡൽഹിയിൽ പോയാൽ എന്ന പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പ് മുഖ്യമായ പ്രശ്നമായിട്ട് വരുന്നത്. കോൺഗ്രസ് ആയി പോകുന്നവൻ BJP ആയി മാറാതിരിക്കുന്ന അന്തരീക്ഷം കേരളത്തിൽ വേണം. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആലപ്പുഴ മാത്രമല്ല ചർച്ച ചെയ്യുന്നു പറഞ്ഞൊരു കാര്യം അതാ. ആലപ്പുഴ വികസനത്തിൽ ഇപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ചതാണ്. കടൽപ്പാലം ഒന്ന് ടെൻഡർ ചെയ്തു, ആരും ടെൻഡർ എടുത്ത് 20 കോടി രൂപ പുതിയ മെയിൻറ്റെയിൻ ചെയ്യാനല്ല, പുതിയ കടൽപ്പാലം നിർമ്മിക്കാൻ. പറയട്ടെ സഹോദരി, പറയട്ടെ, ബഹളം ആക്കാതെ പറയട്ടെ. അദ്ദേഹം ചോദിച്ചാണെന്ന് ഇപ്പോൾ ഇരുന്നോ. ഞാൻ പറയും 20 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് മുസ്ലിംസ് പദ്ധതി ഉൾപ്പെടുത്തി 20 കോടി രൂപ പുതിയ കടൽപ്പാലം ഉണ്ടാക്കാൻ വെച്ചു. ആ കടൽപ്പാലം നിർമ്മിക്കും. കടൽപ്പാലം ഒരു തവണ ടെൻഡർ ചെയ്തു, ഒരു പ്രാവശ്യം ടെൻഡർ ചെയ്തപ്പോൾ ആരും എടുത്തില്ല, വീണ്ടും ഇപ്പോൾ ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ഒന്ന് മൊബിലിറ്റി ഹബ്ബ് അതിൻ്റെ അന്തിമ രൂപരേഖയായി. അതിലൊരു പ്രശ്നം സംഭവിച്ചത്, ഒരു താമസം വരാൻ ഇടയായ സാഹചര്യം, ആ സ്ഥലം ഹെറിറ്റേജ് സോണിൽ പെട്ടതാണ്. അത് ആ ഡിസൈൻ ചെയ്തപ്പോൾ ഹെറിറ്റേജ് സോണിൽ പെട്ടതിൻ്റെ ആ സ്ഥലമായതുകൊണ്ട് ഹൈറ്റിൽ കുറവ് വരുത്തണമെന്ന് അവർ നിർദ്ദേശിച്ചു. സ്റ്റേറ്റ് കമ്മീഷൻ അതിൻ്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മാറ്റണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഡിസൈൻ വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് വന്നപ്പോൾ കാലതാമസം വന്നു. പക്ഷേ അത് ആദ്യം ചെയ്യാൻ കഴിയും. എത്രയോ ടോള് പിന്നെ പറയട്ടെ. പിന്നെ ജില്ലാ കോടതി പാലം റോഡ് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. എറണാകുളത്തെ ചെറിയാമ്പർക്കി കൺസ്ട്രക്ഷൻ കമ്പനി ടെൻഡർ എടുത്തു കഴിഞ്ഞു. ജില്ലാ കോടതി പാലം 147 കോടി രൂപ ആ വർക്ക് ടെൻഡർ ചെയ്ത് കഴിഞ്ഞു. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻ കമ്പനി അത് എടുത്തു കഴിഞ്ഞു. ഒരു തർക്കവും വേണ്ട, പ്രയാസപ്പെടേണ്ട. 2 കൊല്ലത്തിനുള്ളിൽ ആലപ്പുഴ നഗരത്തിന്റെ മുഖം മാറി ഈ പറഞ്ഞതെല്ലാം പൂർത്തീകരിക്കപ്പെടും. ഇവിടെ കടൽപ്പാലം ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെടും. നമ്മുടെ ഈ ചർച്ചയുടെ ഒരു അവസാന ഘട്ടത്തിൽ ദേശീയ രാഷ്ട്രീയ പ്രശ്നം ഗൗരവമാണ്. കെ സി വേണുഗോപാലിന്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം ഗുരുതരമായ ഒരു വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം യഥാർത്ഥത്തിൽ രാജസ്ഥാനിൽ BJPക്ക് സഹായകരമാകുന്ന ഒരു സാഹചര്യം രാജ്യസഭയുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നു. പക്ഷെ ആ ഒരു ഗൗരവമായ പ്രശ്നം അദ്ദേഹത്തെ പോലൊരു നേതാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ആളുകൾ വിട്ടുപോയത് ഇന്നും കർണാടക BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന സദാനന്ദ ഗൗഡ കോൺഗ്രസിലേക്ക് വരികയാണ്. താങ്കൾ അറിഞ്ഞില്ല? കർണാടകയിൽ BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന സദാനന്ദ ഗൗഡ അടക്കമുള്ള ആളുകൾ, തെലങ്കാനയിലെ സിറ്റിംഗ് MPമാരടക്കമുള്ള ആളുകൾ, BJPയുടെ ഉപമുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യം കാണുന്നത്. നിങ്ങൾ അതുകൂടി കാണണം.